ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തിരുവോണ ദിവസമാണ്, അതിൻ്റെ വീഡിയോ ആണ് കേട്ടാ. അപ്പോൾ ദേവമോൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് തന്നെ കളിക്കുന്നുണ്ട്. ഇല്ല, ദേവമോൾ അങ്ങനെ കുരുത്തൊക്കെ ഇടന്നും കളിച്ചിട്ടില്ലേ. എൻ്റെ പൂവിടാൻ ഇരിക്കുകയാണ്, അമ്മേനെ ഹെൽപ്പ് ആക്കുന്നുണ്ട്. കൂടാതെ ഞാനും പൂവിടാൻ ഇരുന്നിട്ടുണ്ടായില്ല, പക്ഷേ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. പിന്നെ എന്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ദേവേ? ഉപ്മാവ്. ഉപ്മാവ്. ഈ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഉപ്മാവ് അല്ലേ. പിന്നെ അമ്മ കിച്ചണിൽ രാവിലെ തന്നെ നമ്മൾ പൂവിടാൻ ഇറങ്ങി അമ്മ ഇങ്ങനെ പായസം ഉണ്ടാക്കുവാണ്. പ്രഥമനാണ് ഉണ്ടാക്കണേ. പിന്നെ ഇതാ ദേവയ്ക്ക് എന്താണ്, ചായയാണോ കൊണ്ടു തന്ന അമ്മമ്മ? ദേവ നോക്കിയത് ചായ കൊണ്ടു തന്നു. നമ്മൾ പൂവിടുമ്പോൾ ഇടയ്ക്ക് പായസം ആയതിനു ശേഷം പായസമൊക്കെ കൊണ്ടു തന്നെ. പിന്നെ ഞങ്ങള് സ്കെയിലും കത്രികയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പൂവിടാനിരുന്ന. നമ്മുടെ ഫൈനൽ ഇതാണ് പൂക്കളല്ലേ, നമ്മളുടെ മെയിൻ പൂക്കൾ നമ്മൾ സെൻട്രാളിട്ടത്. പിന്നെ ഇത് നമ്മുടെ കൊനായിലിട്ട ചെറിയ പൂക്കൾ. പിന്നെ മുറ്റത്തും കുറച്ചിട്ടിട്ടുണ്ട്. തിരുവോണത്തിന് അകത്ത് കയറ്റണം എന്നല്ലേ, അപ്പം അങ്ങനെ ഹാളിലിട്ടതാണ്. പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം അമ്മ പറഞ്ഞ് കിച്ചണൊന്ന് ക്ലീൻ ആക്കട്ടെ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ മാങ്ങ അച്ചാറാണേ, മാങ്ങ അച്ചാർ, ബീട്രൂട്ട് പച്ചടി. ഇത് ചിന്നു ഉണ്ടാക്കിയതാട്ടോ ബീട്രൂട്ട് പച്ചടി. പിന്നെ അവിയൽ ആരാ ഉണ്ടാക്കിയതേ? ഇഷ്ടായിനാ? അടിപൊളിയാ. അതാണ് ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടിയേ. അതാണ് ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടി. പിന്നെ ഇഞ്ചി, പിന്നെ സാമ്പാർ, ഓലൻ, പിന്നെ വേറെ എന്താ, പിന്നെ പായസം ഉണ്ടല്ലേ, പിന്നെ നമ്മുടെ കൂട്ടുകറി. ഇതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണേ. ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ. നമ്മളെല്ലാവരും കുളിച്ച് നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ ദേവേ? നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടേ. ഞാൻ ഉടുപ്പ് അച്ഛൻ വാങ്ങി തന്നെ ഉടുപ്പാണ് ഞാൻ ഇട്ടേ. ദേവമോൾ എന്തിനാ ഇപ്പൊ കുശുമ്പ് കാണിച്ചേ? അത് ചോറായോണ്ട്. ചോറ് അവൾക്ക് ബിരിയാണിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഉത്രാടത്തിൻ്റെ ഒന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ആ ഒരു വീഡിയോ കാണാത്തവരൊന്ന് കാണണം കേട്ടോ. നമ്മൾ നടുക്കുള്ള കുറച്ച് ഈ നാടൻ പൂവൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെയാണ് ഈ നടുക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ടത്. അങ്ങനെ തലേന്ന് ഇങ്ങനെ കളം വരച്ച് സെറ്റാക്കി വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് അങ്ങ് ഇടുക ചെയ്തത്. ഫുള്ള് ഈ ചപ്പൊക്കെയാണ് കേട്ടോ. ഈ റോസ് കളറെല്ലാം കാണുന്നത് ഇത് ചപ്പാണല്ലേ. ഇത് 3 തരം ചപ്പുണ്ട്. പിന്നെ കളർ ചെടിയില്ലേ ഞങ്ങളുടെ വീട്ടിൽ നമ്മളെല്ലാം നടുന്ന, അതാണ് കേട്ടോ ഈ റോസ്. പിന്നെ യെല്ലോ റോസ്, പിന്നെ അതിൻ്റെ ഇതിൽ ചുവന്ന റോസാണ്. പിന്നെ നമ്മുടെ ചെമ്പരത്തി ഉണ്ട്, 2 തരം ചെമ്പരത്തിയും. പിന്നെ ശിവോതി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ശിവോതി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മകം വരെ പൂവിടണം, അങ്ങനെയല്ല. ഞങ്ങളെപ്പോഴും ശിവോതി ഇട്ടിട്ടാണ് കേട്ടോ. ഓണത്തിന് ശിവോതി കയറ്റും. പിന്നെ എന്നിട്ട് ഇതാരാ ഇട്ടത് ദേവേ ഈ പൂക്കളം? ഞാനും അമ്മയും മുത്തിയും. ചിന്നും നമ്മൾ 3 ആളും മുറ്റത്ത് ചിന്നു ഇട്ടത് കേട്ടോ. പിന്നെ അങ്ങനെ വൈകുന്നേരമായിട്ട് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പോയല്ലേ. ഞാൻ പിന്നെ ഫോട്ടോ എടുക്കാൻ പോയിട്ടില്ല, ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ കിടന്നുറങ്ങി. പിന്നെ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഷോർട്ട് ഇപ്പോൾ വിടുന്നത് കുറവാണ്. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ കുറച്ച് ലേറ്റായി. പിന്നെ ഇതിൻ്റെ പിറ്റേന്നുള്ള വീഡിയോ ആണ്, അതായത് ഇന്ന് അവിട്ടം. ഇന്ന് ശിവോതി പറിക്കുകയാണ് രാവിലെ തന്നെ. ശിവോതി അപ്പം നമ്മുടെ പൂവിടണം എന്നല്ലേ പറയണേ, മകം വരെ പൂവിടണം. അപ്പോൾ രാവിലെ തന്നെ പൂ പറിക്കാൻ ഇറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ. പിന്നെ കാരണം ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ എടുത്തതാണ്. എൻ്റെ വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ കുറഞ്ഞ അങ്ങനെ ഒരു തോന്നിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുത്തിട്ട് സേവ് ആക്കിയിട്ട് എഡിറ്റാക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇന്നലെ ഇട്ട പൂക്കൾ ഇതേ ചാടുക അല്ലേ, പൂവെല്ലാം എടുത്ത് മാറ്റുവാന്ന്. ഇത് വിത്തിനായിട്ട് വെക്കണം, നല്ല പൂവല്ലേ. നമ്മൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പൂവൊക്കെ. എന്നിട്ടെല്ലാം ക്ലീൻ ആക്കുവാണ്, എല്ലാം വാരി ചാടുവാന്ന് കേട്ടോ. മുറ്റത്തുള്ള മാത്രമേ ഇന്ന് ചാടുള്ളൂ. എന്നിട്ട് പിന്നെ വേറെ പുതിയ പൂവ് ഇടും. പിന്നെ അതിന് ശേഷം മാത്രമേ നമ്മളിപ്പം നാളെയോ മറ്റന്നാളോ എപ്പോഴാണെന്ന് എനിക്കറിയില്ല, അത് വീഡിയോ ഇടാം കേട്ടോ.
ആ ഒരു ദിവസം മാത്രമാണ് നമ്മൾ പൂവ് കളയുക. കോനായിലും അതുപോലെ തന്നെ ഹാളിലും കുറച്ച് ശിവോതി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ശിവോതി ഇടലുണ്ട്, എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പൂക്കൾ ഇടാറ്. പിന്നെ ഒന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സദ്യക്ക് കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ കാബേജ് വറവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിനെ. പിന്നെ പറയാനുള്ളത് വാഴയില പറിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുള്ള് പുഴു കയറിയിട്ട് ഫുൾ മോശമായിട്ടുണ്ടായിരുന്നു. പിന്നെ പറമ്പത്താണെങ്കിൽ ഫുള്ള് കാടൊക്കെ പിടിച്ചിട്ടാണുള്ളത്. ഞാനൊരു കൂമ്പ് പറിക്കുന്ന വീഡിയോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ നമ്മുടെ ഇവിടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഓണം കഴിഞ്ഞ് ഇവിടെ എല്ലാവർക്കും. അപ്പോഴത്തേക്ക് പിന്നെ ഇട്ട പൂവൊക്കെ ഉണ്ടാവില്ലേ, തിരുവോണത്തിട്ട പൂക്കളൊക്കെ എടുത്ത് കളയും കേട്ടോ. ഞങ്ങളങ്ങനെ കളയാറേ ഇല്ല. ഞങ്ങൾ ഈ ശിവോതി കയറ്റിയത് കാരണം പിന്നെ ചതയത്തിനങ്ങനാണെന്ന് തോന്നുന്നു പൂവെടുത്ത് കളയണം. അതിൻ്റെ വീഡിയോ ഇടാവേ. അപ്പം ആ ഒരു ദിവസമാണ് ഇത് പൂവൊക്കെ കളയുള്ളൂ. നമ്മൾ 4-5 മണിക്കൂറിലത്തെ കഷ്ടപ്പാടാണ് നമ്മൾ പൂക്കൾ ഇടുന്നത്. ഇടുമ്പോൾ തന്നെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഉച്ച സമയമാകും. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ചാടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരെല്ലാണെങ്കിൽ ഫസ്റ്റത്തെ ഓണം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും, തിരുവോണം സ്വന്തം വീട്ടിൽ, അതുപോലെ തന്നെ വിഷു, ഫസ്റ്റത്തെ വിഷു അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും, പിന്നെ സെക്കൻഡ് വിഷു സ്വന്തം വീട്ടിൽ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെയാണ്. പിന്നെ ഓരോരോ നാട്ടിൽ ഡിഫറെൻറ്റ്, കണ്ണൂർ ജില്ലയിൽ ഓരോരോ സ്ഥലത്തൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളുടെയൊക്കെ ഓണാഘോഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. കമൻറ്റ് ഇടണേ, പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.